വീട്ടുജോലിക്കായി സൗദിയിലെത്തി വഞ്ചിക്കപ്പെട്ട ഇന്ത്യക്കാരി മലയാളി സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിലൂടെ നാട്ടിലേക്ക് മടങ്ങി. സൗദിയിലെ ഗമീഷ് വിഷയത്തിൽ നിന്നും സൗദി പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കർണാടക സ്വദേശിയെ മോചിപ്പിച്ചത്. വിസ ഏജന്റിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വഞ്ചിക്കപ്പെട്ട സബിഹ. मेरा दम घुटता सर, मैं कैसे बताऊं आपको. मैंने 3 महीने बहुत सबर की. രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായാണ് കർണാടക തുമകരു സ്വദേശി സബിഹ നാടുവിട്ടത്. സുരക്ഷിതമായ വീട്ടുജോലി വാഗ്ദാനം ചെയ്ത് വിസ ഏജന്റ് മുംബൈ സ്വദേശി സലീം 1.5 ലക്ഷം രൂപ വാങ്ങിയത് മുതൽ സബിഹ വഞ്ചിക്കപ്പെടുകയായിരുന്നു. സൗദിയിലേക്ക് ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിന് നിയന്ത്രണമുണ്ടായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വിസയിൽ UAE-യിലേക്കും അവിടെ നിന്ന് വിസിറ്റ് വിസയിൽ സൗദിയിലേക്കും കയറ്റിവിട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ സൗദിയിലെ കമ്മീഷൻ വിഷയത്തിൽ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയ സബിഹക്ക് വാഗ്ദാനം ചെയ്ത തൊഴിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പല രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായും പരാതിയുണ്ട്. വിസിറ്റ് വിസയുടെ കാലാവധിയും തീർന്നു. ഈ പശ്ചാത്തലത്തിൽ സബിഹ സൗദി പോലീസിന്റെ സഹായം തേടി. പോലീസ് ഗാർഹിക തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്കും പിന്നീട് നാടുകടത്തൽ കേന്ദ്രത്തിലേക്കും മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ സൗദി റെസിഡന്റ് വിസ ഇല്ലാത്തതുകൊണ്ട് ഈ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കമ്മീഷ് പോലീസ് മേധാവി ഫഹദ് ബിൻ അബ്ദുൽ അസീസ് സാമൂഹിക പ്രവർത്തകനും ജിദ്ദ കോൺസുലേറ്റ് വെൽഫെയർ മെമ്പറുമായ അഷ്റഫ് കുറ്റിച്ചലിനെ വിവരമറിയിക്കുകയായിരുന്നു. OICC നേതാക്കളായ പ്രസാദ്, മനാഫ്, അൻസാരി, റോയ്, ഹബീബ് എന്നിവരും പ്രശ്നത്തിൽ ഇടപെടുകയും സബിഹയെ നാട്ടിലയക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അബഹയിൽ നിന്നും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ നൽകി. കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിമാനം കയറിയ സബിഹ സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച് സൗദി പോലീസ്, യു ആർ ഹെൽപ്പ് മീ. താങ്ക് യു സോ മച്ച് ഇന്ത്യൻ എംബസി, ഹെൽപ്പ് മീ. താങ്ക് യു സോ മച്ച് അഷ്റഫ് ഭായ്, ദേ ആർ ബ്രദേഴ്സ്, ഹെൽപ്പ് മീ. ഓക്കേ. വിസ ഏജന്റിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സബിഹ പറഞ്ഞു. 2004-ൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫഹദ് രാജാവിന്റെ അതിഥിയായി ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ സബിഹയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. യതീംഖാനയിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് സബിഹയ്ക്കും മാതാപിതാക്കൾക്കും അന്ന് ഹജ്ജിന് അവസരം ലഭിച്ചത്. കമ്മീഷൻ വിഷയത്തിൽ നിന്നും റസാഖ് ഗിനാശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമക്കലം, 24.